ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925 മാർച്ച് 12-ന് ശിവഗിരിയിൽ വെച്ചാണ്. 1925 മാർച്ച് 12-ന് ശിവഗിരിയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന നേതാവാണ് സി രാജഗോപാലാചാരി. ഗാന്ധിജിയോടൊപ്പം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച ദേശീയ നേതാവാണ് സി രാജഗോപാലാചാരി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തിയാണ് എൻ കുമാരൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായി 1000 രൂപ ഫണ്ട് കൊടുക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. 1926 ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ചു. ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത് 1918 കാവ്യ വസ്ത്രമാണ് അദ്ദേഹം ഇട്ടിരുന്നത്. 1926 രണ്ടാമതായി ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. 1927 ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ക്ഷേത്രത്തിലാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. 1927 ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു സ്ഥലമാണ് ഉള്ളല വെച്ചു. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് 1927 ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ക്ഷേത്രത്തിലാണ്. പ്രമുഖമായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് ഉള്ളല വെച്ചു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കാരമുക്ക്, മുരുക്കുംപുഴ. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കാരമുക്കും മുരുക്കുംപുഴയും. ഓം ശാന്തി എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ഓം ശാന്തി എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ഓം ശാന്തി കളവൻകോട് ക്ഷേത്രത്തിലാണ്. ഈ കളവൻകോട് ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. ഈ കളവൻകോട് ക്ഷേത്രത്തിലാണ് 1927 ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. പ്രണവ മന്ത്രത്തിൽ എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഉള്ളല വെച്ചൂരാണ്. ഓം ശാന്തി എന്ന് എഴുതിയിരിക്കുന്നത് കളവൻകോട് ക്ഷേത്രത്തിലും പ്രണവ മന്ത്രത്തിൽ എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഉള്ളല വെച്ചൂരിലാണ്. പ്രണവ മന്ത്രത്തിൽ എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഉള്ളല വെച്ചൂർ. ഓം എന്ന പഞ്ചലോക ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് മുരുക്കുംപുഴ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഓം ശാന്തി കളവൻകോട്, പ്രണവ മന്ത്രത്തിൽ എഴുതിയ കണ്ണാടി ഉള്ളല വെച്ചൂർ. ഓം എന്ന പഞ്ചലോഹത്തിൽ എഴുതിയിരിക്കുന്നത് മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ. ഓം എന്ന പഞ്ചലോക ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ. അപ്പോൾ ഓം മുരുക്കുംപുഴ ക്ഷേത്രത്തിലാണ്. ഓം ശാന്തി എന്ന ആലേഖനം ചെയ്തിരിക്കുന്നത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. പ്രണവ മന്ത്രത്തിൽ എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഉള്ളലയിലാണ്. ഓം എന്ന പഞ്ചലോക ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് മുരുക്കുംപുഴയിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരി. 1927 ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്ത സ്ഥലമാണ് തലശ്ശേരിയിൽ 1927. അതിന് ശില്പി സി തവർലി, ഇറ്റലിക്കാരനായ സി തവർലിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തലശ്ശേരിയിൽ അനാച്ഛാദനം ചെയ്തത് 1927. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കൈതമുക്കിലാണ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് സ്ഥാപിതമായ വർഷമാണ് 1928 ജനുവരി 9. ശ്രീനാരായണ ഗുരു ധർമ്മസംഘം ട്രസ്റ്റ് 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് സ്ഥാപിതമായത്. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20. മലയാള മാസം 1104 കന്നി 5-നാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. 1928 സെപ്റ്റംബർ 20. ഒന്നുകൂടി പറയാം, ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിതമായത് 1928. ഇദ്ദേഹം മരിച്ച വർഷം തന്നെയാണ് ശ്രീനാരായണ ഗുരു ധർമ്മസംഘം സ്ഥാപിതമായത് 1928 ജനുവരി 9. ഇദ്ദേഹം മരണപ്പെട്ടത് 1928 സെപ്റ്റംബർ 20. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം